മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇതാണ്. മൂന്നാം ബലാത്സംഗ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനായി വഴിപാടും പൂജയും നടത്തി യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി. പള്ളിയിലും ക്ഷേത്രത്തിലും വഴിപാട്, പുതുപ്പള്ളി പള്ളിയിൽ മൂന്നിന്മേൽ കുർബാന, നന്നൂർ ദേവി ക്ഷേത്രത്തിൽ ശത്രുസംഹാര പൂജ, ഭാഗ്യസൂക്താർച്ചന എന്നിവയാണ് നടത്തിയത്. രാഹുലിൻ്റെ പ്രതിസന്ധി സമയം മാറാനാണ് പൂജയെന്ന് റജോ വള്ളംകുളം പറഞ്ഞു. തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം എന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പറഞ്ഞു. ഒരു യുവ നേതാവിനെ സൈബർ ഇടങ്ങളിലും അതുപോലെ തന്നെ എതിർ രാഷ്ട്രീയ പാർട്ടികളും ഒരു മര്യാദ, കാരണം പച്ചമലയാളത്തിൽ പറഞ്ഞ ഒരു മര്യാദയില്ലാതെ വേട്ടയാടുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ ഉത്തരവാദിത്വമാണ് എന്ന് തോന്നിയുകൊണ്ടാണ് ഇത് ചെയ്തത്. പുതുപ്പള്ളി പള്ളിയിലും നമ്മുടെ ഇവിടെ നന്നൂർ ദേവി ക്ഷേത്രത്തിലും മൂന്നിന്മേൽ കുർബാനയാണ്. നമ്മുടെ ദേവി ക്ഷേത്രത്തിൽ ചെയ്തത് ഭാഗ്യസൂത്രം ശത്രുസംഹാര അർച്ചനയാണ്. തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. കാരണം ഒരുപാട് വേട്ടയാടുന്ന സ്ഥിതി വരുമ്പോഴാണ് നമ്മളിങ്ങനെ പ്രതികരിച്ചു പോകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീരാജ്, ഇതിപ്പം കോൺഗ്രസ് പാർട്ടിയുടെ മതേതരത്വം ഇദ്ദേഹം ഉയർത്തിപ്പിടിച്ചു ഈ സന്ദിഗ്ധ ഘട്ടത്തിൽ പോലും എന്ന് നമുക്ക് കാണാം. കാരണം അമ്പലത്തിൽ മാത്രമല്ല പള്ളിയിലും അദ്ദേഹം നേർന്നിട്ടുണ്ട്. എന്താണ് അദ്ദേഹം കൂടുതലായിട്ട് പറയുന്നത്? സനീഷ്, അങ്ങനെ തന്നെയാണ്. പള്ളിയിലും അമ്പലത്തിലും പ്രത്യേക പൂജകൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനായി ചെയ്തു. അതിൽ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചനയും 30 രൂപയുടെ ഭാഗ്യസൂക്ത അർച്ചനയും അതുപോലെ ശത്രുസംഹാര അർച്ചനയും 30 രൂപയുടെ ക്ഷേത്രത്തിൽ ചെയ്തിട്ടുണ്ട്. പുതുപ്പള്ളി പള്ളിയിൽ മൂന്നിന്മേൽ കുർബാന 25 രൂപയുടെ മൂന്നിന്മേൽ കുർബാന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് നടത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് റജോ വള്ളംകുളം പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ സൈബർ ആക്രമണം നടക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിപക്ഷ സംഘടനകൾ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാക്കുന്നു എന്നുള്ളതെല്ലാം കൊണ്ടാണ് താൻ ഇത്തരത്തിലൊരു പൂജയും വഴിപാടും നടത്താൻ തയ്യാറായത്. അതൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്വം എന്നാണ് റജോ വള്ളംകുളം കരുതുന്നത്. തെറ്റ് ചെയ്തിട്ടുണ്ടോ, രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യമാണെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുന്നു. കോൺഗ്രസിൽ നിന്നും പുറത്താക്കി എന്ന് പറയുമ്പോഴും കോൺഗ്രസിനുള്ളിൽ നിന്നും വലിയ പിന്തുണ രാഹുലിന് കിട്ടുന്നുണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ ഈ നടപടികൾ. അത് ക്ഷേത്രത്തിലും പള്ളിയിലും ഒരുപോലെ പൂജ നടത്താൻ തയ്യാറായി എന്നുള്ളതാണ്. എന്തായാലും റജോ പറയുന്നത് ഇത്തരത്തിൽ പ്രതിസന്ധി ഘട്ടം, രാഹുലിൻ്റെ പ്രതിസന്ധി ഘട്ടം മാറാനാണ് പൂജയും വഴിപാടും നടത്തുന്നതെന്നാണ്. രാഹുൽ എന്തായാലും മാവേലിക്കര സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. സനീഷ്, അതാണ് ദേവീക്ഷേത്രത്തിലും പള്ളിയിലുമൊക്കെ കോൺഗ്രസ് നേതാവായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും പൂജാദി കർമ്മങ്ങളുമായിട്ട് കഴിയുകയാണ് പാവപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ആ ചെറുപ്പക്കാരൻ. നേരത്തെ അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടുമല്ലോ. സത്യത്തിൽ കോൺഗ്രസ് KPCC മൊത്തത്തിൽ തന്നെ ഒരു തീരുമാനമെടുത്തിട്ട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള കൂടുതൽ പരാതികളും മറ്റും അന്തരീക്ഷത്തിലേക്ക് വരാതിരിക്കട്ടെ, ഈ 3 പരാതികളിൽ തന്നെ അയാൾ ശിക്ഷിക്കപ്പെടുകയും അയാൾക്ക് ഒരു മനസ്സ് മാറുന്ന അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള ടെംപ്റ്റേഷൻ മാറിക്കിട്ടുന്നതിലേക്ക് എന്തെങ്കിലും ഒരു വലിയ പൂജയോ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മറ്റും ശയനപ്രദക്ഷിണമോ മറ്റോ നടത്തുന്നത് നന്നായിരിക്കും എന്നൊരു ഉപദേശം കൂടെ ഈ ഘട്ടത്തിൽ നമ്മൾ കൊടുക്കേണ്ടതാണ് നാട്ടുകാർ കോൺഗ്രസ് പാർട്ടിക്ക്.